ഇത്രയും അലാമിംഗ് ആയിട്ട് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഗവൺമെൻറ്റിന് അതിൻ്റേതായ നെസസറി സ്റ്റെപ്പുകൾ എടുക്കേണ്ടതായ ആവശ്യം വന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എങ്ങനെ ബർത്ത് കൺട്രോൾ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ഓവർ പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യാം അതാണ് പറയാൻ പോകുന്നത്. മെത്തേഡ്സ് ടു കൺട്രോൾ ഓവർ പോപ്പുലേഷൻ. ഓവർ പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യാൻ എന്തൊക്കെ മെത്തേഡുകൾ നമുക്ക് അഡോപ്റ്റ് ചെയ്യാം. അതിലാദ്യം പറയുന്നത് മോട്ടിവേറ്റ് സ്മോൾ ഫാമിലീസ്. സ്മോൾ ഫാമിലീസിനെ മാക്സിമം മോട്ടിവേറ്റ് ചെയ്യാം. ഇതൊരു ബർത്ത് കൺട്രോൾ ഓപ്ഷനാണ്. യൂസിങ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്. കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ബർത്ത് കൺട്രോളായിട്ട് ഉള്ള മെത്തേഡുകൾ വഴി ഡിവൈസസ് വഴി നമുക്ക് മാക്സിമം സ്മോൾ ഫാമിലീസിനെ മോട്ടിവേറ്റ് ചെയ്യാം. അത് ഫാമിലി പ്ലാനിങ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. സോ ആദ്യത്തെ മെത്തേഡ് അല്ലെങ്കിൽ ഓവർ പോപ്പുലേഷനെ തടയാനുള്ള ആദ്യത്തെ മാർഗം എന്ന് പറയുന്നത് മോട്ടിവേറ്റ് സ്മോൾ ഫാമിലീസ്. സ്മോൾ ഫാമിലീസിനെ മാക്സിമം മോട്ടിവേറ്റ് ചെയ്യുക, അത് കൂടുതൽ എൻകറേജ് ചെയ്യുക. എങ്ങനെയാണ് സ്മോൾ ഫാമിലീസിനെ എൻകറേജ് ചെയ്യുക? ബർത്ത് കൺട്രോൾ ഓപ്ഷൻ വഴി. എന്താണ് ബർത്ത് കൺട്രോൾ എന്ന് പറയുന്നത്? പല ടൈപ്പ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡുകൾ വഴി ബർത്ത് കൺട്രോൾ ഓപ്ഷൻസ് വഴി ബർത്ത് കൺട്രോൾ ചെയ്ത് മാക്സിമം സ്മോൾ ഫാമിലീസ് മതി എന്ന് നമ്മൾ എൻഷുർ ചെയ്യുക. അതൊരു ഫാമിലി പ്ലാനിങ്ങിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. രണ്ടാമത്തേത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അഡ്വർടൈസ്മെൻറ്റ് ഇൻ ദ മീഡിയ, പോസ്റ്റേഴ്സ് ഓർ ബിൽസ്. പലതരത്തിലുള്ള അഡ്വർടൈസ്മെൻറ്റുകൾ മീഡിയ വഴിയും പോസ്റ്റർ വഴിയും ബിൽസ് വഴിയും നമ്മൾ കൊടുക്കാം. എന്ത് അഡ്വർടൈസ്മെൻറ്റാണ് നമ്മൾ ഇത്രയും നാൾ കൊടുത്തിരുന്നത്? ഇത്രയും നന്നായിട്ട് ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട്, ഇതിനൊരു കൺട്രോൾ ആവാൻ വേണ്ടിയിട്ട്, ബർത്ത് കൺട്രോൾ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത് ഹാപ്പി കപ്പിൾ. അപ്പോൾ നമുക്ക് പോസ്റ്ററുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് മീഡിയയിലൊക്കെ. ഹാപ്പി കപ്പിൾ വിത്ത് 2 ചിൽഡ്രൻ. ഒരു ചെറിയ ഫാമിലി, ഒരു അച്ഛൻ, അമ്മ, 2 കുഞ്ഞുങ്ങൾ. അത് വളരെ സന്തോഷമായിട്ടുള്ള ഒരു ചെറിയ ഫാമിലിയുടെ പിക്ചറുകൾ കാണിക്കുമ്പോൾ അത് വളരെ നമ്മളെ എൻകറേജ് ചെയ്യണം. ദാറ്റ് ഈസ് അതാണ് നല്ലത്. ഒരു റീപ്രൊഡക്റ്റീവ് ഹെൽത്തി സൊസൈറ്റി കൊണ്ടുവരാനും അതുപോലെ തന്നെ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഇല്ലാതാക്കാനും നല്ലൊരു പോസ്റ്ററാണ് അല്ലെങ്കിൽ മീഡിയയിലൂടെ പബ്ലിഷ് ചെയ്യുന്നതാണ് ഒരു നല്ല ചെറിയൊരു 2 അച്ഛനും അമ്മയും 2 മക്കളും ചേർന്ന ഒരു ഹാപ്പി ഫാമിലി. അതാണ് ഹാപ്പി കപ്പിൾ വിത്ത് 2 ചിൽഡ്രൻ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ കുറച്ച് സ്ലോഗൻസൊക്കെ ഇതിന് വേണ്ടി ഇറക്കിയിരിക്കുകയാണ്, ഇതിനെ ഒരു അവെയർനെസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അവർ പറയുന്ന സ്ലോഗനാണ് ഹം ദോ ഹമാരേ ദോ. വളരെ കുറേ കാലം മുമ്പ് തന്നെ ഈ മീഡിയയിലൂടെ അത് അഡ്വർടൈസ്മെൻ്റായിട്ട് ഹം ദോ ഹമാരേ ദോ. നാം 2 നമുക്ക് 2. ഹം ദോ ഹമാരേ ദോ. അതിന് ഇംഗ്ലീഷാണ് വി 2 അവർ 2. നാം 2 നമുക്ക് 2. ഹം ദോ ഹമാരേ ദോ. ഇതൊരു കോമൺ ആയിട്ട് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള അത്രയും പോപ്പുലറായിട്ടുള്ള ഒരു സ്ലോഗനാണ്. സ്മോൾ ഫാമിലീസിനെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് വരുന്ന ഒരു സ്ലോഗനാണ്. അത് അഡ്വർടൈസ്മെൻറ്റ് വഴി പോസ്റ്ററുകൾ വഴിയൊക്കെ നമ്മൾ പബ്ലിഷ് ചെയ്ത് കണ്ടിട്ടുണ്ട്. അങ്ങനെ നമുക്ക് സ്മോൾ ഫാമിലീസിനെ മാക്സിമം മോട്ടിവേറ്റ് ചെയ്യാം. കോൺട്രാസെപ്റ്റീവ് അല്ലെങ്കിൽ ബർത്ത് കൺട്രോൾ മെത്തേഡുകൾ വഴിയും ഇതുപോലെ അഡ്വർടൈസ്മെൻറ്റ് വഴിയും ഹം ദോ ഹമാരേ ദോ, വി 2 അവർ 2 എന്നീ സ്ലോഗൻ വഴിയും ചെറിയ ഫാമിലീസിനെ മാക്സിമം പ്രൊമോട്ട് ചെയ്യാം. ഇനിയുള്ളത് ഇതിൻ്റെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് കപ്പിൾസ് വർക്കിംഗ് ആയിട്ട് അർബൻ ഏരിയാസിൽ കാണുന്ന വർക്കിംഗ് ആയിട്ടുള്ള ഒരുപാട് പേര് അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ദോ എന്നുള്ളത് ഒരു 2 എന്നുള്ളത് മാറ്റി 1 ചൈൽഡ് നോ, ഒറ്റ കുട്ടി എന്നുള്ള ഒരു ലെവലിൽ കുറേ പേര് അതിനെ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. 2 ഗവൺമെൻറ് അനുവദിക്കുന്നു അല്ലെങ്കിൽ ഗവൺമെൻറ് കൂടുതലായിട്ട് നമ്മളോട് ഫോഴ്സ് ചെയ്യുന്നു, അതാണ് നല്ലത് എന്ന് പറയുന്നു, അവെയർനെസ് തരുന്നു. അത് പോരാണ്ട് സ്വയം ചില കപ്പിൾസ് വർക്കിംഗ് ആയിട്ടുള്ള ചില കപ്പിൾസ് അർബൻ ഏരിയാസിലുള്ള അവരൊക്കെ പട്ടണങ്ങളിലൊക്കെ താമസിക്കുന്ന അവർക്കൊക്കെ വർക്കിംഗ് ആയിരിക്കും മെജോറിറ്റി ആൾക്ക്, അവരൊക്കെ സ്വയം അഡോപ്റ്റ് ചെയ്തേക്കാണ് ഒരു കുട്ടി മതി, ഒറ്റ കുട്ടി, അതാണ് 1 ചൈൽഡ്, ഒറ്റ കുട്ടി മതി എന്നുള്ള ഒരു നോംസ് അവർ തന്നെ സ്വയം സ്വീകരിച്ചിരിക്കുകയാണ്. അതും നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും പോപ്പുലേഷൻ അല്ലെങ്കിൽ ഓവർ പോപ്പുലേഷനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം നമ്മൾ ചെയ്തിട്ടാണ് സ്റ്റാറ്റ്യൂട്ടറി റേസിംഗ് ആണ്. ആ വിവാഹപ്രായം ഉയർത്തുക. എങ്ങനെയാണ്? മാരേജബിൾ ഏജ് ഫിക്സ് ചെയ്യാണ്. ഫീമെയിലിന് 18 ഇയേഴ്സും ആൻഡ് മെയിലിന് 21. സോ ഇത് റേസ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ മാരേജബിൾ റേസിംഗ് നടക്കുകയാണെങ്കിൽ
ഒരു പരിധി വരെ നമുക്ക് ബർത്ത് കൺട്രോൾ അഥവാ ഓവർ പോപ്പുലേഷനായി തടയാൻ പറ്റും. ഇനി ഇൻസെൻറ്റീവ്സ് ഗിവൺ ടു കപ്പിൾസ് വിത്ത് സ്മോൾ ഫാമിലി. ഇതുപോലെ ഈ നോംസൊക്കെ പാലിച്ചു കൊണ്ടുപോകുന്ന സ്മോൾ ഫാമിലീസായിട്ട് നടക്കുന്ന അവർക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് തന്നെ ചെറിയ ചെറിയ ഇൻസെൻറ്റീവ്സുകൾ കൊടുക്കണം. സോ സ്മോൾ ഫാമിലി ആരാണ് അഡോപ്റ്റ് ചെയ്യണേ അവർക്ക് ചെറിയ ഇൻസെൻറ്റീവ്സ് കൊടുക്കുമ്പോൾ അവർക്ക് ഒരുപാട് എൻകറേജ്മെൻ്റ് ആണ്, ചുറ്റുമുള്ളവർക്കും അതൊരു എൻകറേജ്മെൻ്റ് ആണ്. സോ അങ്ങനെയുള്ളവർ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാലും ഓവർ പോപ്പുലേഷൻ നമുക്ക് തടയാൻ പറ്റും. ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ട് ഒറ്റ പെൺകുട്ടി സ്കോളർഷിപ്പ്. നമ്മുടെ ഒരു കുട്ടിയുള്ളൂ, അതൊരു പെൺകുട്ടിയാണെങ്കിൽ അതിന് ഒരുപാട് സ്കോളർഷിപ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ സഹായങ്ങളൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ വൺ ചൈൽഡ് നോമാണെങ്കിലും സ്മോൾ ഫാമിലീസൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഓവർ പോപ്പുലേഷൻ ഒരു പരിധി വരെ നമുക്ക് തടയാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മൾക്ക് ബർത്ത് കൺട്രോൾ അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവർ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സ്വീകരിക്കാവുന്ന മാർഗ്ഗങ്ങൾ. ഇനി ഇതിൽ ഓരോരോ മെത്തേഡുകളാണ് നമ്മൾ പറയാൻ പോണേ. എന്തൊക്കെയാണ് നമ്മൾക്ക് ഡിഫറെൻറ്റ് ബർത്ത് കൺട്രോൾ ഓപ്ഷൻസ് ആയിട്ട് അഥവാ കോൺട്രാസെപ്റ്റീവ്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്.